കോൺഗ്രസ് ബി.ജെ.പി അവിശുദ്ധ കൂട്ടുകെട്ട് മറച്ചുവെക്കാനാണ് എൽ.ഡി.എഫിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർ.എസ്.എസുമായി എല്ലാ കാലത്തും ഡീലുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനായത് എൽ.ഡി.എഫ് സർക്കാരിന്റെ നേട്ടമാണെന്നും കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി കേരളത്തിൽ ആർ.എസ്.എസുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ചരിത്രം എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. 1971 AKജിയെ തോൽപ്പിക്കാൻ പാലക്കാട് ആർ.എസ്.എസ് ജില്ലാ കാര്യവാഹകനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി. ഒടുവിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് വോട്ടുകൾ കൂട്ടത്തോടെ മറിച്ചു. ഇങ്ങനെ പല ഡീലും നടത്തി പരിചയമുള്ളവർ മുൻകൂർ ജാമ്യമെടുക്കാനായി എൽ.ഡി.എഫിനെതിരെ ഇപ്പോൾ ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ്. 1991 അവിടെ AKജി മത്സരിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ആരെയായിരുന്നു സ്ഥാനാർത്ഥിയായി നിർത്തിയത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിനും ആർ.എസ്.എസിനുമെല്ലാം ഒരേ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? ആരായിരുന്നു? ആർ.എസ്.എസിന്റെ ജില്ലാ കാര്യവാഹ്. ഓർമ്മയില്ലേ? വേറെ സ്ഥാനാർത്ഥി ഉണ്ടായില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. എവിടെ പോയി കോൺഗ്രസിൻ്റെ വോട്ട്, UDFിൻ്റെ വോട്ട്? തൊട്ട് മുന്നത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ട് UDFിനില്ലല്ലോ. വലിയ കുറവല്ലേ ഉണ്ടായത്? KC വേണുഗോപാൽ അവിടെ BJPക്ക് ജയിക്കാൻ സൗകര്യമൊരുക്കിക്കൊടുത്തു. അതല്ലേ ഡീൽ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ മെമ്പറാണല്ലോ. ആ ലോക്സഭാ മെമ്പറാകുമ്പോൾ BJPക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എന്തായിരുന്നു? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നില്ലേ അദ്ദേഹം? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ BJPയാണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. BJP ജയിച്ചു വരുന്നത് രാജ്യസഭയിലെ അംഗബലം അന്ന് കുറവുണ്ട്. ആ അംഗബലം കുറഞ്ഞത് നികത്താൻ BJPക്ക് അനുകൂലമാണ്. സുധാകരനെ ചെറ്റ എന്ന് താൻ വിളിച്ചിട്ടില്ല. രാഷ്ട്രീയ ചെറ്റത്തരം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് മനോരമ ശ്രമിച്ചത്. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ എന്താ? ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. കോന്നിയിൽ പൊതുയോഗത്തിൽ ചോദ്യം ചോദിച്ചയാൾ തന്നെ എതിർക്കാൻ വന്നതല്ല. എന്നാൽ പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കുന്ന രീതി ശരിയല്ലാത്തതിനാലാണ് താൻ അങ്ങനെ മറുപടി പറഞ്ഞത്. അത് ചോദ്യം ചോദിച്ചയാൾക്ക് മനസ്സിലായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അതല്ല, എനക്കറിയാം. അതൊക്കെ ചെറിയ ആൾക്കാർ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല. പിണറായി വിജയൻ്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് KC വേണുഗോപാലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അത് ശരിയല്ലാതെ വന്നു. അതുതന്നെയല്ലേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും പറഞ്ഞത്, പോയി ചോദിച്ചപ്പോൾ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനായത് LDF സർക്കാരിൻ്റെ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇടുക്കിയിലെ മലയോര ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനായതായും മുഖ്യമന്ത്രി പറഞ്ഞു. LDFും സർക്കാരും താനും എല്ലാ ഘട്ടത്തിലും അതിജീവിതമാർക്കൊപ്പമായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവും കൂട്ടരും എക്കാലവും അവനൊപ്പമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാനല്ലേ പ്രതിപക്ഷ നേതാവും കൂട്ടരും ശ്രമിച്ചത്? നാട് മുഴുവൻ നടന്ന് ബലാത്സംഗം ചെയ്തവനെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനുമാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അവളോടൊപ്പം ആരായിരുന്നു, അവരോടൊപ്പം ആരായിരുന്നു എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അവളോടൊപ്പമായിരുന്നു. ഞാനും ആ നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അവനോടൊപ്പം നിന്നവരാരാ? ഈ ചോദ്യം ഇപ്പോൾ എന്നോട് ചോദിക്കാൻ തയ്യാറായ നിങ്ങളല്ല, പ്രതിപക്ഷ നേതാവടക്കം അല്ലേ? പ്രതിപക്ഷ നേതാവടക്കമുള്ള ആൾക്കാർ എന്താ ചെയ്തത്? അവനെ പവിത്രീകരിക്കാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിയില്ലേ? വലിയ ഇടപെടലുകൾ നടത്തിയില്ലേ?
സംരക്ഷിക്കുകയല്ലേ ചെയ്തത്. കൈരളി ന്യൂസ്, ഇടുക്കി.